സ്വകാര്യ മേഖലയ്ക്ക് കൂടി ഒരു സ്പേസ് അനുവദിച്ചു കൊടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരമില്ലാതെ തന്നെ ഇവിടെ ഡിഗ്രി നൽകുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട് കുട്ടികളെ ഇങ്ങോട്ട് ആകർഷിക്കാനും കഴിയുന്ന വിധത്തിൽ ലോകോത്തര നിലവാരമുള്ള സംവിധാനങ്ങൾ തന്നെ നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. സർ, പുതിയ കാലവും പുതിയ ലോകവും ഉയർത്തുന്ന അതിസങ്കീർണമായിട്ടുള്ള സമസ്യകളെ വളരെ തന്റേടത്തോടെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒരു സമൂഹമായി കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗണ്യമായ പരിഗണന നൽകണം എന്ന് കണ്ടുകൊണ്ട് കഴിഞ്ഞ 4 വർഷങ്ങളിലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ മേഖലയിൽ ശ്രദ്ധേയമായ നിലയിലുള്ള ഇടപെടലുകളാണ് ഈ സർക്കാർ നടത്തിയിട്ടുള്ളത്. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമീപനത്തോടുകൂടി മെച്ചപ്പെട്ടതും ഗുണമേന്മയുള്ളതുമായ ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ സംസ്ഥാനത്തെ സർവകലാശാലകളിലും കലാലയങ്ങളിലും ഉറപ്പാക്കാൻ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നടത്തുകയുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് പോലെ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഇന്റർനാഷണൽ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി പൊതു സർവകലാശാലകളുടെ ശാക്തീകരണം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയ ഈ വേളയിൽ സ്വകാര്യ മേഖലയ്ക്ക് കൂടി ഒരു സ്പേസ് അനുവദിച്ചു കൊടുത്തുകൊണ്ട് മികച്ച ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കുന്നതിനുള്ള അവസരമാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട ഈ ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് UGCയെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരമില്ലാതെ തന്നെ ഇവിടെ ഡിഗ്രി നൽകുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട് കടന്നുവരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കൃത്യമായ സാമൂഹ്യ നിയന്ത്രണങ്ങളോടെ സാമൂഹ്യനീതി സങ്കല്പനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിലയിൽ തന്നെ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ബില്ല് തയ്യാറാക്കിയത്. യഥാർത്ഥത്തിൽ 2022 ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തേണ്ടുന്ന നവീകരണ പരിശ്രമങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട ഡോക്ടർ ശ്യാം ബി മേനോൻ കമ്മീഷൻ സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. പക്ഷേ ആ സന്ദർഭത്തിൽ ഇത്തരമൊരു ബില്ല് അവതരിപ്പിക്കാതിരുന്നത് നമ്മുടെ പൊതു സർവകലാശാലകളെ ശാക്തീകരിക്കുക എന്ന കാര്യത്തിന് പ്രഥമ പരിഗണന നൽകണം എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ പൊതു സർവകലാശാലകളെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് കരുത്തുറ്റ സംവിധാനങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ സ്വകാര്യ സർവകലാശാല ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. ആദ്യ 4 വർഷക്കാലം കൊണ്ട് 6000 കോടിയിലധികം രൂപ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചുകൊണ്ട് സർവകലാശാലകളുടെയും കലാലയങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ ആഗോളതലത്തിലുള്ള സ്റ്റാൻഡേർഡ് ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടുമൊക്കെ തന്നെ പൊതു സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിലൊക്കെ നമ്മുടെ സ്ഥാപനങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ്. നാക് അക്രഡിറ്റേഷനിലും NIRF റാങ്കിങ്ങിലും QS ടൈംസ് ഇന്റർനാഷണൽ റാങ്കിങ്ങിലുമൊക്കെ നമ്മുടെ പബ്ലിക് സർവകലാശാലകൾ നല്ല പ്രകടനം കാഴ്ചവെച്ചു. ഏറ്റവും ഒടുവിൽ മിനിയാന്ന് MG യൂണിവേഴ്സിറ്റി UGCയുടെ കാറ്റഗറി നമ്പർ 1 സർവകലാശാലയായി അംഗീകരിക്കപ്പെടുകയും ഗ്രേഡഡ് ഓട്ടോണമിക്ക് അർഹത നേടുകയും ചെയ്തു എന്ന സന്തോഷ വാർത്ത കൂടി ഞാനിവിടെ അറിയിക്കുകയാണ്. അത്തരത്തിൽ ഏത് സംവിധാനങ്ങളോടും മത്സരിക്കാൻ കെൽപ്പുള്ളവയായി നമ്മുടെ സർവകലാശാലകളെ വളർത്തിയതിനു ശേഷമാണ് ഇപ്പോൾ സ്വകാര്യ മൂലധനം കൂടി ഈ മേഖലയിൽ പ്രയോജനപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടുള്ള സ്പേസ് സൃഷ്ടിക്കുന്നത്. സ്വകാര്യ സർവകലാശാലകൾ ഒരു മൾട്ടി ഡിസിപ്ലിനറി സർവകലാശാലകൾ എന്ന നിലയിലാണ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. സർവകലാശാല ആരംഭിക്കാൻ കർശനമായ വ്യവസ്ഥകളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. 25 കോടി രൂപ എൻഡോമെന്റ് ഫണ്ടായി കെട്ടിവെക്കണം.
റെഗുലേറ്ററി ബോഡികൾ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള ഭൂമിയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും വേണം. ഉദാഹരണം, എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ AICTE നിർദ്ദേശിക്കുന്ന വ്യവസ്ഥകളും മെഡിക്കൽ കോളേജ് ആരംഭിക്കണമെങ്കിൽ ICMR നിർദ്ദേശിക്കുന്ന വ്യവസ്ഥകളും ഒക്കെ പാലിക്കേണ്ടതാണ്. 40% സീറ്റുകൾ സംസ്ഥാനത്തെ സ്ഥിരം നിവാസികളായ വിദ്യാർത്ഥികൾക്കായിട്ട് സംവരണം ചെയ്യേണ്ടതുണ്ട്. അതെ, IMC. 40% സീറ്റുകൾ സംസ്ഥാനത്തെ സ്ഥിരം നിവാസികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സംവരണം ചെയ്യേണ്ടതാണ്. സംസ്ഥാനത്ത് നിലവിലുള്ള സംവരണ സംവിധാനം പാലിക്കുകയും വേണം. അതിനകത്ത് SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് സർക്കാർ നിശ്ചയിക്കുന്ന ഫീസ് ഇളവ് നൽകണം, സ്കോളർഷിപ്പും ഏർപ്പെടുത്തണം. സ്പോൺസറിംഗ് ഏജൻസി സമർപ്പിക്കുന്ന അപേക്ഷ സെക്ഷൻ 6 പ്രകാരമുള്ള വിദഗ്ധ സമിതി പരിശോധിക്കും. അവരുടെ ശുപാർശ പ്രകാരം മാത്രമാണ് സംസ്ഥാന സർക്കാർ സ്വകാര്യ സർവകലാശാല ആരംഭിക്കാൻ അനുമതി നൽകുക. അതിനായിട്ടുള്ള വ്യവസ്ഥകൾ ബില്ലിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മെച്ചപ്പെട്ടതും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിന് സ്വകാര്യ സർവകലാശാലകൾക്ക് സാധിക്കും വിധത്തിലുള്ള അധികാരങ്ങളും അവകാശങ്ങളും അവർക്ക് ഈ ബില്ലിൽ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സർവകലാശാലകളിൽ സാമൂഹ്യ നീതിയും സാമൂഹ്യ നിയന്ത്രണവും ഉറപ്പുവരുത്താൻ ബില്ലിൽ വ്യവസ്ഥകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ സർക്കാർ നിശ്ചയിക്കുന്ന രീതിയിലും സമയക്രമവും അനുസരിച്ച് സ്വകാര്യ സർവകലാശാലകൾ നൽകേണ്ടതുണ്ട്. ഗവേണിംഗ് കൗൺസിലിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയും സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന മറ്റൊരു സെക്രട്ടറിയും അംഗങ്ങളാകും. സർക്കാർ നയങ്ങളോ നിർദ്ദേശങ്ങളോ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ട എല്ലാ യോഗങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയോ സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന അംഗമോ പങ്കെടുക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് കൗൺസിലിൽ സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരംഗം ഉണ്ടായിരിക്കും. സർവകലാശാലയുടെ അക്കാദമിക് കൗൺസിലിൽ സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന അസോസിയേറ്റ് പ്രൊഫസർ പദവിയിൽ താഴെയല്ലാത്ത 3 വ്യക്തികൾ ഉണ്ടാകും. റൂൾസ് ഉണ്ടാക്കുന്നതിനുള്ള അധികാരവും സർക്കാരിനുണ്ട്. ഇതുവഴി സ്വകാര്യ സർവകലാശാലകൾക്കുമേൽ സർക്കാരിന്റെ നിയന്ത്രണം ഉറപ്പുവരുത്താൻ ഗവൺമെന്റിന് സാധിക്കും. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച് ഓരോ വിദ്യാർത്ഥിക്കും സ്റ്റാറ്റ്യൂട്ടുകളാൽ നിർണയിക്കപ്പെടാവുന്ന നിർദ്ദിഷ്ട അവകാശങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനും സംരക്ഷിക്കാനും സർവകലാശാലയ്ക്ക് ബാധ്യതയുണ്ടായിരിക്കുന്നതാണ്. ഒരു വിദ്യാർത്ഥി യൂണിയൻ ഉണ്ടായിരിക്കേണ്ടതും അതിന്റെ ഘടനയും അധികാരങ്ങളും ചുമതലകളും സ്റ്റാറ്റ്യൂട്ടുകളാൽ നിർണയിക്കപ്പെടാവുന്ന പ്രകാരമായിരിക്കേണ്ടതുമാണ് എന്ന് ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ പരാതികൾ സംബന്ധിച്ച് സ്റ്റാറ്റ്യൂട്ടുകളാൽ നിർണയിക്കപ്പെടാവുന്ന പ്രകാരമുള്ള പരാതി പരിഹാര സംവിധാനങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി എന്ന ഒരു ടയർ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി എന്ന മറ്റൊരു ടയർ, 2 ടയേഴ്സ് ഉള്ള സംവിധാനമാണ് ഇതിനായിട്ടുള്ളത്. അതുപോലെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് രൂപീകരിക്കേണ്ടതുണ്ട്. എൻഡോമെന്റ് ഫണ്ടിലെ തുക സർക്കാർ ട്രഷറിയിൽ നിക്ഷേപിക്കേണ്ടതാണ്. സർവകലാശാല പിരിച്ചുവിടുന്നതുവരെ അത് നിലനിർത്തേണ്ടതുമാണ്. സർവകലാശാല ഏതെങ്കിലും സാഹചര്യത്തിൽ വിടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ചെലവുകളും ബാധ്യതകളും എൻഡോമെന്റ് ഫണ്ടിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. സർവകലാശാലയുടെ അംഗീകാരം പിൻവലിക്കാൻ സർക്കാരിന് അവകാശമുള്ളതാണ്. സർക്കാരിന് ഈ ആക്ടിലെ വ്യവസ്ഥകൾക്കനുസൃതമായി ഏതെങ്കിലും സർവകലാശാല പ്രവർത്തിക്കുന്നില്ല എന്ന വസ്തുതാപരമായ ആക്ഷേപങ്ങൾ ലഭിച്ചാൽ സർക്കാരിന് അപ്പോൾ തന്നെ ഇടപെട്ടുകൊണ്ട് പരാതി ലഭിച്ച് 2 മാസത്തിൽ കവിയാത്ത കാലാവധിക്കുള്ളിൽ സർവകലാശാലയുടെ അംഗീകാരം പിൻവലിക്കാതിരിക്കുന്നതിന് കാരണം കാണിക്കുന്നതിന് സർവകലാശാലയോട് ആവശ്യപ്പെടാൻ സാധിക്കും. നയപരമായ കാര്യങ്ങളിൽ സർവകലാശാലയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനും സർക്കാരിന് അധികാരമുണ്ട്. ഈ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാകാത്ത വിധത്തിൽ സർവകലാശാലയ്ക്ക് കാലാകാലങ്ങളിൽ യുക്തമായ നിർദ്ദേശങ്ങൾ നൽകാൻ സർക്കാരിന് അധികാരമുണ്ട്. അത് ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ ആക്ടിന്റെ ആവശ്യത്തിലേക്ക്
റെഗുലേറ്ററി ബോഡി രൂപീകരിക്കാനുള്ള അധികാരവും സർക്കാരിനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ബില്ലിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സജീവമായ മുന്നേറ്റങ്ങൾ സാധ്യമാകുന്ന ഈ കാലത്ത് സ്വകാര്യ സർവകലാശാലകളെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ ഇവിടെ പഠിക്കാനും പുറത്തുനിന്നുള്ള കുട്ടികളെ ഇങ്ങോട്ട് ആകർഷിക്കാനും കഴിയുന്ന വിധത്തിൽ ലോകോത്തര നിലവാരമുള്ള സംവിധാനങ്ങൾ തന്നെ നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. അതിന് സഹായകരമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ ഏവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബില്ല് പാസാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.